ക്രിസ്തു പകർന്നു നൽകിയ വിശ്വാസം ജീവിത സാക്ഷ്യത്തിലൂടെ വരും തലമുറയ്ക്ക് കൈമാറണമെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിശ്വാസ ജീവിത പരിശീലക സംഗമം കുമളി സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസ പൈതൃകം പകർന്നു നൽകുക എന്ന ഉത്തരവാദിത്തമാണ് മതാധ്യാപകർ നിർവഹിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആ പവിത്രമായ പൈതൃകത്തിന്റെ അനുഭവത്തിൽ ആയതുകൊണ്ട് തന്നെ ആ വിശ്വാസ പൈതൃകം കത്തോലിക്ക സഭയുടെ വലിയ ദർശനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സഭയുടെ കൂട്ടായ്മയായതുകൊണ്ട് പകർന്നു നൽകുക എന്ന ഏറ്റവും ഉന്നതമായ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നിർവഹിച്ചു വരുന്നത്. 50 ആണ്ടുകളായിട്ട് നമ്മൾ നിർവഹിക്കുന്ന ഈ മഹാദൗത്യം എത്രയോ ശ്രേഷ്ഠമാണ്. അതിന്റെ 50 ആണ്ടുകൾ സുവർണ ലിപിയിൽ എഴുതപ്പെടുന്ന അതിമനോഹരമായ അതിപവിത്രമായ ഈ സന്ദർഭം എന്നും ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ വിഹിതമാകും. അടിസ്ഥാനപരമായിട്ട് അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നടന്നത്. വിശ്വാസത്തിന്റെ വളർച്ചയില്ലെങ്കിൽ ബാക്കി പുരോഗതികളായി കണക്കാക്കാനാവില്ല. വിശ്വാസത്തിന്റെ വളർച്ച വിശുദ്ധ കുർബാന, കുദാശകൾ, ദൈവവചനം എന്നിവയിൽ അധിഷ്ഠമായിരിക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള 2000 സൺഡേ സ്കൂൾ അധ്യാപകരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. രൂപതയുടെ മുൻ മെത്രാൻമാർ മാത്യു അറക്കൽ കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന സംഗമം രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഇടവകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പര്യാപ്ത വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ലൈറ്റ് എന്ന പുതിയ മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടകർമ്മം യോഗത്തിൽ നടന്നു. രൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജോസഫ് വെള്ളമറ്റം, ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ, കുമളി ഫൊറോന വികാരി ഫാദർ ഡോക്ടർ മാത്യു കല്ലറയ്ക്കൽ, രൂപത വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് വാളനാൽ, കുമളി അനക്കര ഫൊറോനകളിലെ വൈദികർ, മതാധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2025-26 അധ്യയന വർഷത്തിലെ വിതരണങ്ങളിൽ സമ്മാനങ്ങൾക്ക് അർഹരായവർക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളും സമ്മേളനത്തിൽ വിതരണം ചെയ്തു. വിശ്വാസ ജീവിത പരിശീലന രംഗത്ത് 25-50 വർഷങ്ങൾ പൂർത്തിയാക്കിയ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.